മജ്മ നികായ 78 സമണ മുണ്ടിക സുത്ത്. ഉഗ്ഗാഹമാന എന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്യാസിയുടെ അഭിപ്രായത്തിൽ ശരിയായിട്ടുള്ള ഒരു സന്യാസി എന്നത് ശരീരം കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തി, വാക്കുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തി, മനസ്സുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തി, അതുകൂടാതെ ധനസമ്പാദനത്തിന് നല്ലതായിട്ടുള്ള ജീവിത രീതികളെ അല്ലെങ്കിൽ തൊഴിലിനെ ചെയ്യുന്ന വ്യക്തി. ഈ വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി എന്നാണ് ഈ പരിവ്രാജകൻ്റെ അഭിപ്രായം. ഇന്നും പലരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. നമ്മൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സന്യാസ ജീവിതം. അതേപോലെ തന്നെ നമ്മൾ ധനമുണ്ടാക്കുന്ന സമയത്ത് പ്രാണികളെ കൊന്നിട്ടോ മാംസം വിറ്റിട്ടോ അങ്ങനെ മറ്റു പ്രാണികൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടോ ഒരു കാരണവശാലും നമ്മൾ ധനം സമ്പാദിക്കാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള ധനസമ്പാദനമാണ് എന്നുള്ളൊരു വിചാരം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ യഥാർത്ഥ സന്യാസി എന്ന് പറയാൻ സാധിക്കില്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ദ്രോഹിക്കുന്നില്ല. അതുകൂടാതെ നമ്മൾ ധനസമ്പാദനത്തിന് സ്വീകരിക്കുന്ന ജോലി അത് മറ്റൊരു പ്രാണികൾക്കും ഹാനിയുണ്ടാക്കുന്നതല്ല. നമ്മൾ മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മാംസത്തിൻ്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ യാതൊരുവിധ കച്ചവടവും നമ്മൾ നടത്തുന്നില്ല. എന്നതുകൊണ്ട് മാത്രം നമ്മൾക്കൊരിക്കലും മുക്തിയോ മോക്ഷമോ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്, യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമ്മൾ ഒരു വ്യക്തി ഉത്തമ സന്യാസി എന്ന് പറയാൻ സാധിക്കില്ല. അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനാൽ ആരെങ്കിലും ഇങ്ങനെ നിങ്ങളോട് പറയുകയാണ്, ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതന്നെയാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് മുക്തി ലഭിക്കും എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ സൂത്രം ഷെയർ ചെയ്യുക. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഉഗ്ഗഹമാന എന്ന പരിവ്രാജകൻ, ആ വ്യക്തി സമണമണ്ഡികൻ്റെ പുത്രനായിരുന്നു. ആ ഉഗ്ഗഹമാന എന്ന പരിവ്രാജകൻ 500 പരിവ്രാജകന്മാരും ഒരുമിച്ച് മല്ലികയുടെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ തത്വശാസ്ത്രങ്ങളുടെ സംവാദങ്ങൾ നടത്തുകയായിരുന്നു. ആ സമയത്ത് പഞ്ചഗംഗൻ എന്ന സ്ഥപതി ശ്രാവസ്തിയിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ടു. ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്. ഈ സ്ഥപതി എന്ന വാക്ക് പാലിയിൽ തപതി എന്നാണ് പറയുക. ഈ തപതി എന്ന വാക്കിൻ്റെ അർത്ഥം ആശാരി എന്നാണ്, മരത്തിൻ്റെ പണി ചെയ്യുന്ന വ്യക്തി. പക്ഷേ ഇതിന് മറ്റ് ചില അർത്ഥങ്ങളുമുണ്ട്. അതായത് രാജാവിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, ആ രീതിയിലുള്ള അർത്ഥവും ഇതിനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ എളുപ്പത്തിൽ സ്ഥപതി എന്ന് വിളിക്കാം. ആ സമയത്ത് സ്ഥപതി പഞ്ചഗംഗന് ഇങ്ങനെയൊരു ആലോചന വന്നു. ഈ സമയം ഭഗവാനെ കാണുന്നതിന് ശരിയായിട്ടുള്ള യോജിച്ച സമയമല്ല. എന്തെന്നാൽ അദ്ദേഹം ധ്യാനത്തിലായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധ്യരായിട്ടുള്ള ശിഷ്യന്മാരെയും കാണാനുള്ള സമയമല്ല, അവരും ധ്യാനത്തിലായിരിക്കും. ഇക്കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാൻ അർഹന്തനായിട്ടും അദ്ദേഹം എല്ലാ സമയത്തിലും ധ്യാനത്തിലായിരുന്നു ഇരുന്നത്. എത്രയോ സൂത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ധ്യാനത്തിന് വേണ്ടി വീണ്ടും ഇരിക്കുന്നു എന്ന്. അപ്പോൾ പഞ്ചഗംഗൻ ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ മല്ലികയുടെ ആശ്രമത്തിൽ പോയിക്കൂടാ? അവിടെ ഉഗ്ഗാഹമാന എന്ന പരിവ്രാജകനുണ്ട്, ആ പരിവ്രാജകനെ സന്ദർശിക്കാം. അതിനാൽ പഞ്ചഗംഗൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഉഗ്ഗാഹമാന എന്ന പരിവ്രാജകനെ കാണാനായിട്ട് മല്ലികയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ഉഗ്ഗാഹമാനൻ എന്ന പരിവ്രാജകൻ മറ്റ് അനേകം പരിവ്രാജകന്മാരോട് ഒത്ത് ഇരിക്കുകയായിരുന്നു. അവർ പലതരത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതുമൂലം അവിടെ വളരെയധികം ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എവിടെ ഒച്ചയും ബഹളവുമുണ്ടോ, എവിടെ കോലാഹലമുണ്ടോ, അത് ധർമ്മത്തിൻ്റെ മാർഗം ഒട്ടും തന്നെയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ എവിടെ പ്രാണികളെ കൊല്ലുന്നുണ്ടോ അതും ധർമ്മത്തിൻ്റെ മാർഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതെല്ലാം അധർമ്മത്തിൻ്റെ മാർഗമാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉഗ്ഗാഹമാനും അതേപോലെ തന്നെ മറ്റുള്ള പരിവ്രാജകരും പല രീതിയിലുള്ള ആവശ്യമില്ലാത്ത സംഭാഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. രാജാവിനെക്കുറിച്ചുള്ള കഥകൾ, കൊള്ളക്കാരെക്കുറിച്ചുള്ള കഥകൾ, മന്ത്രിമാരെക്കുറിച്ചുള്ള കഥകൾ, സേനകളെക്കുറിച്ചിട്ടുള്ള, ഭയങ്ങളെക്കുറിച്ചിട്ടുള്ള, യുദ്ധങ്ങളെക്കുറിച്ചിട്ടുള്ള, ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ള, പാനീയത്തെക്കുറിച്ചിട്ടുള്ള, വസ്ത്രങ്ങളെക്കുറിച്ചിട്ടുള്ള, അതേപോലെ തന്നെ കിടക്കകളെ സംബന്ധിച്ച ഒരുപാട് കഥകൾ അവർ പറയുകയായിരുന്നു. പൂക്കളെയും സുഗന്ധദ്രവ്യങ്ങളെയും സംബന്ധിച്ച കഥകൾ, കുടുംബങ്ങളെ സംബന്ധിച്ച കഥകൾ, വണ്ടികളെക്കുറിച്ചുള്ള കഥകൾ, ഗ്രാമങ്ങളെക്കുറിച്ചുള്ള കഥകൾ,
പട്ടണങ്ങളെക്കുറിച്ചുള്ള കഥകൾ, ജില്ലകളെക്കുറിച്ചുള്ള കഥകൾ, രാജ്യങ്ങളെക്കുറിച്ചുള്ള കഥകൾ, സ്ത്രീകളെക്കുറിച്ചുള്ള കഥകൾ, നായകന്മാരെക്കുറിച്ചുള്ള കഥകൾ, വഴികളെക്കുറിച്ചുള്ള കഥകൾ, കിണറുകളെക്കുറിച്ചുള്ള കഥകൾ, മരിച്ചവരെക്കുറിച്ചുള്ള കഥകൾ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, കരയെപ്പറ്റിയും സമുദ്രത്തെപ്പറ്റിയും ഉള്ള സംസാരങ്ങൾ, ഈ ഭവത്തിൽ അല്ലെങ്കിൽ ആ ഭവത്തിൽ ജനിക്കുന്നതിനെ പറ്റിയുള്ള സംസാരങ്ങൾ. അപ്പോൾ ഉഗ്ഗഹമാനൻ ദൂരെ നിന്ന് തന്നെ പഞ്ചഗംഗൻ വരുന്നത് കണ്ടു. അപ്പോൾ തൻ്റെ സഭയെ ശാന്തമാക്കി. മിത്രങ്ങളെ, ശാന്തരായിരിക്കൂ, ശബ്ദമുണ്ടാക്കരുത്. ശ്രമണ ഗൗതമൻ്റെ ശിഷ്യനായിട്ടുള്ള പഞ്ചഗംഗനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രമണ ഗൗതമൻ്റെ വെളുത്ത വസ്ത്രം ധരിച്ച ശ്രാവകന്മാരിൽ പഞ്ചഗംഗൻ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ശ്രാവസ്തിയിലാണ് താമസിക്കുന്നത്. ഇത്തരത്തിലുള്ള ആയുഷ്മാന്മാർ മൗനത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. മൗനമായിട്ട് ഇരിക്കാൻ പരിശീലിച്ചവരാണ്. മൗനത്തെ പ്രശംസിക്കുന്നവരാണ്. അദ്ദേഹം നമ്മളുടെ ഈ സഭ നിശബ്ദമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചേക്കാം. അപ്പോൾ ആ പരിവ്രാജകന്മാർ എല്ലാം തന്നെ മൗനരായിട്ട് ഇരുന്നു. അപ്പോൾ പഞ്ചഗംഗൻ എന്ന ആ സ്ഥപതി ഉഗ്ഗഹമാനൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അഭിവാദ്യങ്ങൾ പ്രകടിപ്പിച്ചു. അഭിവാദ്യങ്ങൾക്കും കുശല പ്രശ്നങ്ങൾക്കും ശേഷം പഞ്ചഗംഗൻ ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഉഗ്ഗഹമാനൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ചതുഹി ഖോ അഹം ഗഹപതി ധമ്മേഹി സമന്യാഗതം പുരുഷപുഗ്ഗളം പഞ്ഞാപേമി സമ്പന്നകുശലം പരമകുശലം ഉത്തമപത്തിപത്തം സമണം അയോജ്യം. ഗൃഹപതി, ഏതൊരു വ്യക്തിക്ക് ഈ 4 ധർമ്മങ്ങളുണ്ടോ ആ വ്യക്തിയെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത കുശലധർമ്മങ്ങളിൽ പരിപൂർണം നേടിയ കുശലധർമ്മങ്ങളിൽ സമ്പന്നനായിട്ടുള്ള ഒരു ശ്രമണനാണെന്ന് ഞാൻ പറയും. എന്താണ് ആ 4 എണ്ണം? ഇത് ഗഹപതി ന കായേന പാപകമ്മം കരോതി ന പാപകം വാചം ഭാസതി ന പാപകം സങ്കപ്പം സങ്കപ്പേതി ന പാപകം ആജീവം ആജീവതി. ഗൃഹപതി, ഏതെങ്കിലും ഒരു വ്യക്തി ശരീരത്താൽ പാപങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നില്ല, വാണിയാൽ പാപകരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, മനസ്സിൽ പാപകരമായിട്ടുള്ള സങ്കല്പങ്ങൾ വയ്ക്കുന്നില്ല, അതുകൂടാതെ പാപകരമായിട്ടുള്ള ആജീവിക അല്ലെങ്കിൽ ധനം സമ്പാദിക്കാനുള്ള മാർഗം സ്വന്തമാക്കുന്നില്ല. അതായത് ശരീരം കൊണ്ട് ഒരു പാപകർമ്മവും ചെയ്യരുത്. അതായത് പ്രാണികളെ കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരീരം കൊണ്ട് ചെയ്യരുത്. അതേപോലെ തന്നെ വാണി കൊണ്ടുള്ള പാപകർമ്മം ചെയ്യരുത്. അതായത് ആരെങ്കിലും നിന്ദിക്കുക, നുണ പറയുക, കടുവചനം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുകൂടാതെ മനസ്സിലും യാതൊരുവിധ പാപ ചിന്തകളും ഇല്ലാതിരിക്കണം. കാമത്തെപ്പറ്റി, ക്രോധത്തെപ്പറ്റിയുള്ള ചിന്തകൾ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതുകൂടാതെ നമ്മൾ ധനം സമ്പാദിക്കാനുള്ള ആജീവിക അല്ലെങ്കിൽ ആ തൊഴിൽ എന്നുള്ളത് മറ്റുള്ള യാതൊരുവിധ പ്രാണികൾക്കും ഹാനി ഉണ്ടാകാത്തതായിരിക്കണം, പാപം അല്ലാത്തതായിരിക്കണം. അതായത് പ്രാണികളെ കൊല്ലുക, പ്രാണികളെ വളർത്തി അതിനെ കൊല്ലാൻ വേണ്ടി വിൽക്കുക, പ്രാണികളെ കൊന്ന് അതിൻ്റെ മാംസം കൊണ്ട് ഭക്ഷണമുണ്ടാക്കുക, ഇതെല്ലാം തെറ്റായിട്ടുള്ള ആജീവിക അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജോലികളാണ്. അപ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും തെറ്റുകൾ ചെയ്യാതെ തെറ്റായിട്ടുള്ള വഴിയിലൂടെ ജീവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഏറ്റവും നല്ല സന്യാസി എന്നാണ് ഇവിടെ പറയുന്നത്. പലരും ഇങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നമ്മൾ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും യാതൊരുവിധ ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നില്ല, നമ്മൾ തെറ്റായിട്ടുള്ള ജീവിതമാർഗം തിരഞ്ഞെടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മുക്തി കിട്ടും എന്നാണ് പലരും കരുതുന്നത്. ഇത് വെറും തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഈ കാര്യം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള സന്യാസിയാവില്ല, ശരിയായിട്ടുള്ള ഒരു മുക്തപുരുഷനാകില്ല, നിബ്ബാണം നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. അതിനാൽ ഗൃഹപതി, ഏതൊരു വ്യക്തിക്ക് ഈ 4 ധർമ്മങ്ങളുണ്ടോ ആ ധർമ്മങ്ങളുള്ള വ്യക്തിയാണ് തീർച്ചയായും മറ്റുള്ളവർക്ക് കീഴടക്കാൻ പറ്റാത്ത ഒരു സന്യാസിയായിട്ട് മാറുന്നത്. കുശല കർമ്മങ്ങളെല്ലാം സമ്പാദിച്ച, അതെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള ഒരു സന്യാസി, അവനാണ് ശരിയായിട്ടുള്ള സന്യാസി. അപ്പോൾ പഞ്ചഗംഗൻ എന്ന ഗൃഹസ്ഥൻ ഉഗ്ഗഹമാനൻ എന്ന ആ പരിവ്രാജകൻ്റെ വാക്കുകളെ അഭിനന്ദിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തില്ല. അതായത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അതിന് ഉത്തരം ഒന്നും തന്നെ കൊടുത്തില്ല. ഞാൻ ഈ പ്രസ്താവനയുടെ അർത്ഥം ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് ഗ്രഹിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പഞ്ചഗംഗൻ എന്ന സ്ഥപതി ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് നടന്ന എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു.
അപ്പോൾ ഭഗവാൻ പഞ്ചഗംഗനോട് ഇങ്ങനെ പറഞ്ഞു: സ്തപതി, ഉഗാഹമാനൻ എന്ന പരിവ്രാജകൻ പറഞ്ഞത് സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ശിശു അജയ്യനായിട്ടുള്ള ഒരു സന്യാസി തന്നെയാണ്. എല്ലാ കുശലധർമ്മങ്ങളും ആ ശിശുവിലുണ്ട്. എല്ലാ കുശലധർമ്മങ്ങളെയും ആ ശിശു നേടിയിട്ടുണ്ട്. സ്തപതി, ആ ശിശുവിന് കായ എന്ന കാര്യത്തെക്കുറിച്ച് തന്നെ അറിയില്ല. പിന്നെ ശരീരം കൊണ്ടുള്ള ദുഷ്ചരിതത്തെപ്പറ്റി ആ കുട്ടി എന്ത് മനസ്സിലാക്കാനാണ്? ആ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ചെറിയ ഒരു കുട്ടിക്ക് വാണി അതിനെക്കുറിച്ചിട്ട് തന്നെ ഒന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ആ കുട്ടിക്ക് പാപകമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുക? ആ കുട്ടിക്ക് കരയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കുട്ടിക്ക് സങ്കല്പം എന്ന കാര്യത്തെപ്പറ്റി തന്നെ അറിയില്ല. അപ്പോൾ എങ്ങനെ പാപകരമായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാൻ സാധിക്കും? പെറുപെറുക്കാൻ മാത്രമേ ആ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. സ്തപതി, ഒരു കുട്ടിക്ക് ആജീവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയില്ല. അതായത് ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ, ജീവിത രീതിയിലൂടെ ആ കുട്ടിക്ക് എങ്ങനെ പണം സമ്പാദിക്കാൻ സാധിക്കും? അമ്മയുടെ മാറിൽ നിന്ന് പാല് കുടിക്കാൻ മാത്രമേ ആ കുട്ടിക്ക് കഴിയുകയുള്ളൂ. ഉഗാഹമാനൻ എന്ന പരിവ്രാജകൻ പറഞ്ഞ കാര്യം സത്യമാണ് എങ്കിൽ ചെറിയ ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സന്യാസി തന്നെയാണ്. എല്ലാ കുശലമായിട്ടുള്ള കാര്യങ്ങളും ആ കുട്ടിയുടെ കയ്യിലുണ്ട്. കുശലമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിയിൽ സമ്പന്നമാണ്. ആ കുട്ടിക്ക് ഏറ്റവും ഉയർന്ന ഉപലബ്ധിയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അവരെ പറ്റി ഇങ്ങനെ പറയുന്നു: അവൻ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ശ്രമണനല്ല, കുശലസമ്പന്നനല്ല, കുശലധർമ്മത്തിൽ പരിപൂർണനല്ല, ഏറ്റവും ഉയർന്ന ലക്ഷ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഒരു ചെറിയ കുട്ടിക്ക് എന്ത് നേടാൻ സാധിക്കുമോ അതേ രീതിയിൽ നേടിയ ഒരു വ്യക്തി എന്ന് മാത്രമേ പറയുകയുള്ളൂ. അതായത് ഒരു കുട്ടിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അത്രമാത്രമേ ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അവർ ശരീരം കൊണ്ട് പാപകർമ്മം ചെയ്യുന്നില്ല, വാണി കൊണ്ട് പാപകർമ്മം ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് പാപകർമ്മങ്ങൾ ചിന്തിക്കുന്നില്ല, തെറ്റായിട്ടുള്ള ജീവിത രീതി കൊണ്ട് അവർ ധനം സമ്പാദിക്കുന്നില്ല. ഇവിടെ പാപകരമായിട്ടുള്ള ശരീരകർമ്മം എന്ന് പറയുന്നത് പ്രാണികളെ കൊല്ലൽ, മോഷ്ടിക്കൽ, വ്യഭിചരിക്കൽ ഇവയൊക്കെയാണ്. അതേപോലെ തന്നെ വാണി കൊണ്ടുള്ള പാപകർമ്മം എന്ന് പറയുകയാണെങ്കിൽ നുണ പറയൽ, ഏഷണി പറയൽ, കടുവചനം പറയൽ ഇവയൊക്കെയാണ്. മനസ്സുകൊണ്ട് പാപകർമ്മം എന്ന് പറയുന്നത് മനസ്സിൽ തെറ്റായിട്ടുള്ള സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള ആജീവിക എന്ന് പറയുമ്പോൾ മദ്യത്തിൻ്റെ ബിസിനസ്, അല്ലെങ്കിൽ മാംസത്തിൻ്റെ ബിസിനസ്, കോഴി, ആട്, പോത്ത് ഇതിനെല്ലാം അറുക്കുന്ന തൊഴിൽ, അല്ലെങ്കിൽ ഇത്തരം ജീവികളെ വളർത്തി വിൽക്കുന്ന തൊഴിൽ, മീനിനെ പിടിക്കുന്ന തൊഴിൽ, മീനിനെ കൊല്ലുന്ന തൊഴിൽ, വിഷങ്ങൾ വിൽക്കുന്ന തൊഴിൽ, ആയുധങ്ങൾ വിൽക്കുന്ന തൊഴിൽ, ഇതെല്ലാം നിന്ദ്യമായിട്ടുള്ള ആജീവികളാണ്. അതായത് തെറ്റായിട്ടുള്ള ധനസമ്പാദന മാർഗമാണ്. ഈ കൊല്ലൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അറിയാത്തൊരു വ്യക്തി, ആ വ്യക്തിക്ക് ധർമ്മത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. സാമാന്യം ചിന്താശേഷിയുള്ള ഒരു വ്യക്തിക്ക് ഇത് പാപകർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ചിന്താശേഷി തീർത്തും നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ അതൊരു നല്ല കാര്യം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവർ വിചാരിക്കുന്നു, ഞാൻ എത്ര തന്നെ ചീത്ത പ്രവൃത്തികൾ ശരീരം കൊണ്ട് ചെയ്തു കഴിഞ്ഞാലും, വാക്കുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലും, മനസ്സുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലും, പല പ്രാവശ്യം ഭഗവാന്റെ പേര് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ പാപത്തിൽ നിന്നെല്ലാം മുക്തരാകും എന്നാണ് അവർ വിചാരിക്കുന്നത്. അത്തരക്കാർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം ഉപകാരപ്പെടും. അതിനാൽ ഈ 4 കാര്യങ്ങൾ ഏതൊരു വ്യക്തിയിലുണ്ടോ ആ വ്യക്തി അജയ്യനായിട്ടുള്ള ഒരു ശ്രവണനാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചെറിയ കുട്ടിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമാണ് ഞാൻ പറയുക. സ്തപതി, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ 10 ധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഞാൻ അജയ്യനായിട്ടുള്ള ഒരു ശ്രവണൻ എന്ന് പറയുന്നത്. കുശലധർമ്മങ്ങളിൽ സമ്പന്നനായിട്ടുള്ള, കുശലധർമ്മങ്ങൾ ധാരാളം നേടിയെടുത്ത, ഉയർന്ന ലക്ഷ്യം നേടിയ വ്യക്തി എന്ന് ഞാൻ ആ വ്യക്തിയെ പറയും. സ്തപതി, താഴെ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് അകുശല ശീലങ്ങളാണ് എന്ന് ഞാൻ പറയും. ഇത് എവിടെ നിന്നാണ് ഈ അകുശല ശീലങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി ഞാൻ പറയും. ഈ അകുശല ശീലങ്ങൾ പരിപൂർണമായിട്ട് നിരോധമാകുന്നു എന്നതിനെപ്പറ്റി ഞാൻ പറയുന്നു. ഈ മാർഗമാണ് അകുശല ശീലത്തെ
പരിപൂർണമായിട്ട് നിരോധമാക്കാനുള്ള മാർഗം എന്ന് ഞാൻ പറയുന്നു. അതായത് ഇവിടെ 4 ആര്യസത്യങ്ങളെ തന്നെയാണ് പറയുന്നത്. ദുഃഖം, ദുഃഖത്തിൻ്റെ സമുദയം, ദുഃഖത്തിൻ്റെ നിരോധം, ദുഃഖത്തിൻ്റെ നിരോധനത്തിലുള്ള മാർഗം. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ അകുശല ധർമ്മം എന്താണ് എന്നറിയണം, അതിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്നറിയണം, അതെങ്ങനെ നിരോധമാകുന്നു എന്നറിയണം, നിരോധനത്തിലുള്ള മാർഗം നമ്മൾക്കറിയണം. അകുശലം എന്ന് പറയുമ്പോൾ പാപം എന്നാണ് അർത്ഥം. ചെയ്യരുതാത്തത്, പാപകരമായിട്ടുള്ളത്, അതിനെല്ലാം അകുശലം എന്ന് പറയും. കുശലം എന്ന് പറയുമ്പോൾ പുണ്യം, ചെയ്യാവുന്നത്, നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ, അതിനെല്ലാം കുശലധർമ്മങ്ങൾ എന്ന് പറയും. ആദ്യം അകുശല ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി കുശലശീലങ്ങളെ പറ്റിയാണ് പറയുന്നത്. തപതി, ഇതാണ് കുശലശീലങ്ങൾ. ഇതിനെപ്പറ്റി ഞാൻ പറയുന്നു. ഈ കുശലശീലങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നതിനെപ്പറ്റി ഞാൻ പറയുന്നു. ഈ കുശലശീലങ്ങൾ പരിപൂർണമായിട്ട് എവിടെയാണ് ഇല്ലാതാകുന്നത് എന്നതിനെപ്പറ്റി ഞാൻ പറയുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ഈ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ ആ കുശലശീലങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഒരു സംശയം വരാം. കുശലശീലങ്ങളെ നമ്മൾ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അതിനെ നിരോധമാക്കുന്നത്? തീർച്ചയായിട്ടും കുശലശീലങ്ങൾ നല്ലത് തന്നെയാണ്. കാരണം അപ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുകയുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് മനസ്സ് ശാന്തമാകുക. ശാന്തമാകുന്ന സമയത്ത് നമ്മൾ ധ്യാനിക്കാൻ സാധിക്കും. ധ്യാനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് നമ്മുടെ മനസ്സ് സ്ഥിരമാകാൻ തുടങ്ങും. സ്ഥിരമാകാൻ തുടങ്ങുന്ന സമയത്ത് സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ മനസ്സിന് ലഭിക്കും. അവസാനം നിരോധമാകും, എല്ലാം നിൽക്കും. അതായത് ശരീരത്തിനും മനസ്സിനും അപ്പുറത്തുള്ള ആ സത്യം നമ്മൾക്ക് ബോധ്യമാകും. അതിനു വേണ്ടിയിട്ടാണ് ഇത് നിരോധമാക്കണം എന്ന് പറയുന്നത്. സ്തപതി, ഇതാണ് അകുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതോ സമുത്ഥാന അകുശല സങ്കല്പ. അകുശലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ പാപങ്ങളായിട്ടുള്ള ചിന്തകൾ ഇതിൽ നിന്നാണ് ഉൽപ്പന്നമാകുന്നത്. ഇത അകുശല സങ്കല്പ അപരിശേഷ നിരുജ്ജന്തി. ഇവിടെ അകുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നു. ഏവം പടിപന്നോ അകുശലാനം സങ്കപ്പാനം നിരോധായ പടിപന്നോ ഹോതി. ഏതെങ്കിലും ഒരു വ്യക്തി ഈ തരത്തിൽ അഭ്യസിക്കുകയാണെങ്കിൽ അകുശല ധർമ്മങ്ങളെ പരിപൂർണമായിട്ടും നിരോധമാക്കാൻ സാധിക്കും. സ്തപതി, ഇതാണ് കുശല സങ്കല്പങ്ങൾ, അതായത് കുശലമായിട്ടുള്ള ചിന്തകൾ, നല്ല ചിന്തകൾ. കുശല സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ കുശല സങ്കല്പങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ഈ തരത്തിൽ അഭ്യസിക്കുകയാണെങ്കിൽ കുശല സങ്കല്പങ്ങൾ പരിപൂർണമായിട്ടും നിരോധമാകുന്നു. സ്തപതി, അകുശലങ്ങളായിട്ടുള്ള ശീലങ്ങൾ എന്തൊക്കെയാണ്? അകുശലം കായകമ്മം, അകുശലം വജീകമ്മം, പാപകോ ആജീവോ. അകുശലം അല്ലെങ്കിൽ പാപങ്ങളായിട്ടുള്ള ശീലങ്ങൾ ഇതൊക്കെയാണ്. അകുശലം കായകർമ്മം, അതായത് പാപങ്ങളായിട്ടുള്ള ശരീരം കൊണ്ടുള്ള കർമ്മങ്ങൾ. പ്രാണികളെ കൊല്ലുക, മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, മറ്റുള്ള ജീവികൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന എല്ലാതരം പ്രവൃത്തിയും ഇതിൽ ഉൾപ്പെടും. അകുശലം വജീകമ്മം, അതായത് അകുശലങ്ങളായിട്ടുള്ള പാപകർമ്മങ്ങളായിട്ടുള്ള വചനത്തിൻ്റെ, വാണിയുടെ കർമ്മങ്ങൾ. നുണ പറയുക, കടുവചനം പറയുക, ഏഷണി പറയുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. പാപകോ ആജീവോ. ആജീവ എന്ന് പറയുമ്പോൾ നമ്മൾ ധനസമ്പാദനത്തിന് എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ സ്വീകരിക്കണം. അതിനെയാണ് ആജീവിക എന്ന് പറയുന്നത്. അത് ഒരിക്കലും പാപകരമാകരുത്. ഇത്തരം പാപകരങ്ങൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. മീനുകളെ പിടിക്കുക, അതിനെ വിൽക്കുക, ആടുകളെ, മാടുകളെ, കോഴികളെ, പോത്തുകളെ, ഇതിനെല്ലാം കൊല്ലുക, എന്നിട്ട് പലതരം ഭക്ഷണങ്ങളുണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുക. പലരും വിചാരിക്കുന്നത് ഒരു പുണ്യകാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഹീനമായിട്ടുള്ള അധർമ്മ പ്രവൃത്തിയാണ് ഇത്. ജീവികളെ കൊല്ലുന്നത് പാപമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാമാന്യ ബുദ്ധി മതി. ആ കൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. എന്നാൽ കൊല്ലുന്നത് തന്നെയാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. അവർ വിചാരിക്കുന്നു എന്ത് കൊന്നാലും, ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും, തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, വാണി കൊണ്ട് എന്തെല്ലാം തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, ദിവസം പല പ്രാവശ്യം ആ പരമപിതാവിൻ്റെ പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള, ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിലുണ്ട്. ഇമേ ഉച്ചതി തപതി അകുശലാശീല. സ്തപതി, ഇതിനെയാണ് ഞാൻ അകുശലങ്ങളായിട്ടുള്ള ശീലങ്ങൾ എന്ന് പറയുന്നത്. സ്തപതി, ഈ അകുശലങ്ങളായിട്ടുള്ള ശീലങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അവയുടെ ഉത്ഭവത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ചിത്തസമുത്ഥാന തിസ്സ വചനീയം. അത് മനസ്സിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ആ മനസ്സ് എന്താണ്? കഥമം ചിത്തം ചിത്തം ബിഹി ബഹും അനേകവിധം നാനാപ്രകാരകം. ചിത്തം അനേക പ്രകാരത്തിലുണ്ട്, അനേക വിധത്തിലുണ്ട്, നാനാ പ്രകാരത്തിലുണ്ട്. അതായത് അഭിധമ്മിയിൽ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 121 തരം ചിത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്, 52 തരം ചിത്തവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേക്കുറിച്ചെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അഭിധമ്മ പഠിക്കണം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മുക്തിക്ക് അഭിധമ്മയുടെ ആവശ്യമില്ല. ഈ സൂത്രങ്ങൾ തന്നെ ധാരാളമാണ്. യം ചിത്തം സരാഗം സദോഷം സമോഹം ഇതോ സമുത്ഥാന അകുശലാശീല. ഈ അകുശലങ്ങളായിട്ടുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ പാപങ്ങളായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാകുന്നത് സരാഗം, അതായത് രാഗമുള്ള ചിത്തത്തിൽ നിന്നാണ്. സദോഷം, ദോഷമുള്ള ചിത്തത്തിൽ നിന്നാണ്. മോഹമുള്ള ചിത്തത്തിൽ നിന്നാണ്. രാഗം എന്താണ്? നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ അതിനെയാണ് രാഗം എന്ന് പറയുക. ദ്വേഷം എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത ചിന്തകളെയാണ് ദ്വേഷം എന്ന് പറയുക. മോഹം എന്ന് പറയുന്ന സമയത്ത് ഈ രാഗവും ദ്വേഷവും കലർന്ന ചിന്തകൾ എൻ്റെയാണ്, എന്നിലാണ് എന്നുള്ള ആ തെറ്റായിട്ടുള്ള ഒരു ഗ്രഹണം, അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. അപ്പോൾ അകുശലങ്ങളായിട്ടുള്ള ആ എല്ലാ ധർമ്മങ്ങളും തന്നെ, എല്ലാ ശീലങ്ങളും തന്നെ ഈ ചിത്തത്തിൻ്റെ രാഗം, ദ്വേഷം, മോഹം ഇവയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഈ അകുശല ശീലങ്ങൾ എവിടെയാണ് പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നത്? അതിൻ്റെ നിരോധത്തെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇതത്തപതി ഭിക്ഷു കായദുച്ഛരിതം പഹായ കായസുചരിതം ഭാവേതി, വജീദുച്ഛരിതം പഹായ വജീസുചരിതം ഭാവേതി, മനോദുച്ഛരിതം പഹായ മനോസുചരിതം ഭാവേതി, മിച്ഛാജീവികം പഹായ സമ്മ ആജീവേന ജീവിതം കപ്പേതി. സ്തപതി, ഒരു ഭിക്ഷു ശരീരത്തിൻ്റെ ദുച്ഛരിതം, ശരീരത്തിൻ്റെ ദുഷ്കർമ്മത്തെ ഉപേക്ഷിച്ച് കായസുചരിതം, ശരീരത്തിൻ്റെ നല്ല കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ തുടങ്ങുന്നു. ഭാവേതി, ഭാവന ചെയ്യുന്നു, വീണ്ടും വീണ്ടും അഭ്യസിക്കുന്നു. വാണികളുടെ ദുഷ്കർമ്മത്തെ ഉപേക്ഷിച്ച് വാണികളുടെ സുചരിതം, നല്ല കർമ്മങ്ങളെ ഭാവേതി, ഭാവന ചെയ്യുന്നു, അഭ്യസിക്കുന്നു. മനസ്സിൻ്റെ ദുഷ്കർമ്മത്തെ നമ്മൾ ഉപേക്ഷിച്ച് മനോസുചരിതം, മനസ്സിൻ്റെ നല്ല കർമ്മങ്ങളെ നമ്മൾ ശീലിക്കുന്നു, ഭാവന ചെയ്യുന്നു. മിച്ഛാ ആജീവം പഹായ സമ്മ ആജീവേന ജീവിതം കപ്പേതി. മിഥ്യയായിട്ടുള്ള ആജീവിക, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള ആജീവിക കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പുലർത്തുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ അതിന് പകരം നമ്മൾ തീർച്ചയായിട്ടും അതിന് വിപരീതമായിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്തേ മതിയാവൂ. അതുകൂടാതെ തെറ്റായിട്ടുള്ള ആജീവിക നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരം തെറ്റല്ലാത്ത ആജീവിക നമ്മൾ ഏറ്റെടുക്കണം. അതായത് പാപകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പുണ്യകരമായിട്ടുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുകയും വേണം. അപ്പോൾ മാത്രമാണ് ധർമ്മം പൂർത്തിയാകുന്നത്. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതത്തെ അകുശലാശീല അപരിശേഷ നിരുജ്ജന്തി. ഇവിടെ ആ അകുശലമായിട്ടുള്ള ശീലങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. കഥം പടിപന്നോ തപതി അകുശലാനം ശീലാനം നിരോധായ പടിപന്നോ ഹോതി. സ്തപതി, ഏത് മാർഗമാണ് ഈ അകുശലങ്ങളായിട്ടുള്ള ശീലങ്ങളെ നിരോധിക്കാൻ ഉള്ളത്? ഇനി പറയാൻ പോകുന്നത് ഇതിനുള്ള ഉപായമാണ്. അത് 4 സമ്മാവായാമോ തന്നെയാണ്, ശരിയായിട്ടുള്ള വ്യായാമം. ഇത് തപതി ഭിക്ഷു അനുപ്പന്നാനം പാപകാനം അകുശലാനം ധമ്മാനം അനുപ്പാദായ ചന്തം ജനേതി വായമതി വിരിയം ആരഭതി ചിത്തം പഗൺഹതി പദഹതി. തപതി, ഒരു ഭിക്ഷു തൻ്റെ മനസ്സിൽ അനുൽപ്പന്നം, ഉണ്ടാകാത്ത പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ ഉണ്ടാകാതിരിക്കാനായിട്ട് ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിന് പരിശ്രമിക്കുന്നു, അതിന് വീര്യം ചെലുത്തുന്നു, മനസ്സിനാൽ അതിനായിട്ട് യത്നിക്കുന്നു. അതുപോലെ തന്നെ സ്തപതി, നമ്മുടെ ഉള്ളിൽ ഉൽപ്പന്നമായിട്ടുള്ള അകുശലമായിട്ടുള്ള ധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി ആ വ്യക്തി, ഭിക്ഷു ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു, മനസ്സിനെ അതിലേക്ക് ചെലുത്തുന്നു. തന്നിൽ ഇല്ലാത്ത അനുൽപ്പന്നമല്ലാത്ത കുശല ധർമ്മങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഭിക്ഷു ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി യത്നിക്കുന്നു, ചിത്തത്തെ അതിനു വേണ്ടിയിട്ട് ചെലുത്തുന്നു. ഉപ്പന്നാനം കുശലാനം ധമ്മാനം ഠിതീയ
അസമ്മോദായ ബിയോഭാവായ വേപുല്ലായ ഭാവനായ പാരിപൂരിയ ഛന്ദം ജനേതി വായമതി വിരിയം ആരഭതി ചിത്തം പഗണ്ഹാതി പദഹതി. സ്വന്തം മനസ്സിൽ ഏതെങ്കിലും കുശലമായിട്ടുള്ള ധർമ്മങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ നിർത്തുന്നതിന്, അതിനെ വർദ്ധിപ്പിക്കുന്നതിന്, അതിനെ ഭാവന ചെയ്യുന്നതിന് ആഗ്രഹിക്കണം, പ്രയത്നിക്കണം, പരിശ്രമിക്കണം, മനസ്സിന് അതിലായിട്ട് ചെലുത്തണം. അകുശലങ്ങളായിട്ടുള്ള ശീലങ്ങളെ നിരോധിക്കാനുള്ള മാർഗം ഇതുതന്നെയാണ് സ്ഥപതി. അകുശലങ്ങളായിട്ടുള്ള ശീലങ്ങളെ ഇല്ലാതാക്കാൻ ഈ 4 സമ്മാവായാമോ ശരിയായിട്ടുള്ള വ്യായാമങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ അകുശലമായിട്ടുള്ള പാപധർമ്മങ്ങളുണ്ടെങ്കിൽ അതിനെ ഉടൻ തന്നെ പുറത്തു കളയണം. മനസ്സിൽ പാപധർമ്മങ്ങൾ ഇല്ലെങ്കിൽ അതിനെ അകത്ത് വരാൻ സമ്മതിക്കരുത്. മനസ്സിൽ കുശലധർമ്മങ്ങൾ ഇല്ലെങ്കിൽ അതിനെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് പ്രയത്നിക്കണം. ഇനി മനസ്സിൽ കുശലധർമ്മങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ സംരക്ഷിക്കണം, അതിനെ വർദ്ധിപ്പിക്കണം. ഈ 4 സമ്മാവായാമോ നമ്മുടെ ധ്യാനത്തിൽ എങ്ങനെ പ്രയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും അകുശലങ്ങളായിട്ടുള്ള കാമചിന്തകൾ വന്നു, അല്ലെങ്കിൽ ദ്വേഷം വന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉടൻ തന്നെ അതിനെ നമ്മൾ ഇല്ലാതാക്കണം. അതിനുശേഷം അവിടെ ഒരു കുശലകരമായിട്ടുള്ള ധർമ്മം നമ്മൾ പ്രതിഷ്ഠിക്കണം. ബന്ദേ വിമലാരംസിയുടെ 6R എന്ന പ്രയോഗം ഇത് തീർത്തും ശരിയായിട്ടുള്ളൊരു പ്രയോഗം തന്നെയാണ്. അതുതന്നെയാണ് 4 സമ്മാവായാമോ ശരിയായിട്ടുള്ള പ്രയത്നങ്ങൾ. കാരണം അകുശലധർമ്മം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിച്ചു. അതിനുശേഷം കുശലധർമ്മം അവിടെ പ്രതിഷ്ഠിച്ചു, അതായത് ഒരു പുഞ്ചിരി, പ്രസന്നചിത്തൻ. പക്ഷേ പലരും ഈ രീതിയിലല്ല ചെയ്യുന്നത്. അവർ സാധാരണ രീതിയിൽ ചെയ്യുന്ന സമയത്ത് അകുശലധർമ്മം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുപേക്ഷിച്ച് ധ്യാനത്തിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ ഇത് സമ്മാവായാമത്തിൻ്റെ 4 സ്റ്റെപ്പുകളും ഇവിടെ ഇല്ല. വെറും 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതിനെ കണ്ട ഉടനെ തന്നെ ആ മനസ്സിനെ അതിൽ നിന്ന് ഉപേക്ഷിച്ച് വീണ്ടും നമ്മുടെ ധ്യാനവസ്തുവിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവരുന്ന സമയത്ത് ആ ക്രേവിങ് മനസ്സിനെ തന്നെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത്. അതിൽ നമ്മൾ ഒരിക്കലും കുശലധർമ്മം വെച്ചിട്ടില്ല, അതിനെ ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് 6Rലുള്ളത്, റിലീസ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. അത് കാരണം 6R നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശരിയായിട്ടുള്ള പാതയിൽ തന്നെയാണ് പോകുന്നത്. ഇതിനെക്കുറിച്ചിട്ട് അറിയാനും ധ്യാനത്തെക്കുറിച്ച് അറിയാനും ധമ്മസുഖ ഏഷ്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ബന്ദേ വിമലാരംസ് പഠിപ്പിക്കുന്ന ധ്യാനങ്ങളെല്ലാമുണ്ട്. അവിടെ നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും. തപതി കഥമേച്ച തപതി കുശലശീല. ഈ കുശലങ്ങളായിട്ടുള്ള നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ്? കുശലം കായകമ്മം, കുശലം വജീകമ്മം, ആജീവ പരിശുദ്ധംബികോ അഹം തപതി ശീലസ്മിം വദാമി. കുശലകരമായിട്ടുള്ള കായകർമ്മങ്ങൾ, അതായത് പുണ്യകരമായിട്ടുള്ള ശരീരം കൊണ്ടുള്ള പ്രവൃത്തികൾ, കുശലകരമായിട്ടുള്ള വജീകർമ്മങ്ങൾ, കുശലകരമായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യകരമായിട്ടുള്ള വാണിയുടെ കർമ്മങ്ങൾ, ആജീവ പരിശുദ്ധംബി, നമ്മുടെ ധനം സമ്പാദിക്കാനുള്ള മാർഗം, അതിൻ്റെ പരിശുദ്ധി, അതായത് മറ്റുള്ള ജീവികൾക്ക് ഹാനി ഉണ്ടാകാത്ത രീതിയിൽ ധനം സമ്പാദിക്കുക. അതിനെയാണ് ഞാൻ കുശലശീലം എന്ന് പറയുന്നത്. ചിലർ അപകടകരമായിട്ടുള്ള കീടനാശിനികളുടെ വ്യാപാരം ചെയ്യുന്നുണ്ട്. അതും തെറ്റായിട്ടുള്ള ഒരു ആജീവികയാണ്. അതുകൂടാതെ വരുന്ന രോഗികളെ വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യുക, അതും ഒരു തെറ്റായിട്ടുള്ള ഒരു ആജീവികയാണ്. ഇമേ വുച്ഛന്തി തപതി കുശലശീല. തപതി, ഇതിനെയാണ് കുശലശീലങ്ങൾ എന്ന് പറയുന്നത്. ഇമേ ച തപതി കുശലശീല കിം സമുത്ഥാന. തപതി, ഈ കുശലശീലങ്ങൾ എവിടെ നിന്നാണ് ഉൽപ്പത്തിയാകുന്നത്? അതിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ഇവിടെ പറയുന്നു. ചിത്തസമുത്ഥാന തിസ്സ വചനീയം. അത് ചിത്തത്തിൽ നിന്നാണ് ഉൽപ്പന്നമാകുന്നത് എന്ന് പറയേണ്ടതുണ്ട്. കഥമം ചിത്തം, ആ ചിത്തം എന്താണ്? ചിത്തം അനേക പ്രകാരത്തിലുണ്ട്, ബഹുപ്രകാരത്തിലുണ്ട്, അനേക വിധത്തിലുണ്ട്, നാനാപ്രകാരത്തിലുണ്ട്. യം ചിത്തം വീതരാഗം വീതദോഷം വീതമോഹം ഇതോ സമുത്ഥാന കുശലശീല. കുശലശീലങ്ങളുടെ ഉൽപ്പത്തി രാഗമില്ലാത്ത ചിത്തമാണ്, ദ്വേഷമില്ലാത്ത ചിത്തമാണ്, മോഹമില്ലാത്ത ചിത്തങ്ങളാണ്. അവിടെ നിന്നാണ് കുശലശീലങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദാനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടെ ആ പൈസയോടുള്ള രാഗമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദാനം കൊടുക്കാൻ സാധിക്കില്ല. ആ രാഗം ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾക്ക് ദാനം കൊടുക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും പ്രാണികളെപ്പറ്റി ദ്വേഷമുണ്ടെങ്കിൽ നമ്മൾക്കൊരിക്കലും അവർക്ക് മൈത്രി അയക്കാൻ സാധിക്കില്ല, മിത്രത പുലർത്താൻ സാധിക്കില്ല. ആ ദ്വേഷം ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മിത്രത ഉണ്ടാകുകയുള്ളൂ. സ്തപതി, എവിടെയാണ് ഈ കുശലശീലങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നത്? ആ നിരോധ അവസ്ഥയെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്.
ഇത് തപതി ഭിക്ഷു ശീലവാഹോതി നോ ച ശീലമായോ. ഒരു ഭിക്ഷു ശീലത്താൽ പെരുമാറുന്നു, എന്നാൽ അവരുടെ ആധാരം ശീലമല്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും ഗ്രഹിക്കണം. അതായത് മുക്തിക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ശീലത്തെ നമ്മുടെ കൂടെ വയ്ക്കുക തന്നെ ചെയ്യണം. എന്നാൽ ആ ശീലം എന്ന് പറയുന്നതല്ല നമ്മുടെ ലക്ഷ്യം. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ശീലം മുക്തിക്കുള്ള മാർഗം മാത്രമാണ്, അല്ലാതെ ശീലമല്ല നമ്മുടെ ലക്ഷ്യം. അതൊരു വഴി മാത്രമാണ്, ലക്ഷ്യമല്ല. തഞ്ച ചേതോ വിമുക്തിം പഞ്ഞാവിമുക്തിം യഥാബോധം പജാനാധി യഥസ്സ തേ കുശലാശീല അപരിശേഷ നിരുജ്ജന്തി. ആ ഭിക്ഷുവിന് ഏത് സമയത്ത് ചേതോ വിമുക്തിയും പഞ്ഞാവിമുക്തിയും ഉണ്ടാകുന്നുവോ ആ സമയത്ത് ആ കുശലശീലങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ചേതോ വിമുക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് സമാധി വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പഞ്ഞാവിമുക്തി അല്ലെങ്കിൽ പ്രജ്ഞാവിമുക്തി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്ക് പ്രജ്ഞ വളരെ അത്യാവശ്യമാണ്. അനിച്ഛ, ദുഃഖ, അനത്ത തുടങ്ങിയ കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഈ വിമുക്തി നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുശലധർമ്മങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. അതായത് ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ജോലി ചെയ്യുന്നതല്ല, ഇന്ദ്രിയങ്ങൾ ജോലി ചെയ്യുന്നതല്ല, ശരീരം ജോലി ചെയ്യുന്നതല്ല. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും അപ്പുറത്തുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ അവസ്ഥയിൽ കുശലശീലങ്ങൾ പരിപൂർണമായിട്ടും നിരോധമാകുന്നു. കഥം പഠിപന്നോ ച തപതി കുശലാനം ശീലാനം നിരോധായ പഠിപന്നോ ഹോതി. സ്തപതി ഈ കുശലശീലങ്ങളെ നിരോധിക്കാനുള്ള ആ മാർഗം എന്താണ്? വീണ്ടും 4 തരത്തിലുള്ള സമ്മാവായാമോ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു ഭിക്ഷു ഉൽപ്പന്നമല്ലാത്ത പാപകങ്ങളായിട്ടുള്ള അകുശലങ്ങളായ ധർമ്മങ്ങളെ ഉൽപ്പാദം ഇല്ലാതിരിക്കാൻ വേണ്ടി ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, പരിശ്രമിക്കുന്നു. ഉൽപ്പന്നമായിട്ടുള്ള ഏതെങ്കിലും അകുശല പാപക ധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനായിട്ട് കൊണ്ട് ശ്രമിക്കുന്നു. ഏതെങ്കിലും കുശലധർമ്മങ്ങൾ ഉള്ളിൽ ഇല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കാനായിട്ട് യത്നിക്കുന്നു. ഇനി ഏതെങ്കിലും കുശലധർമ്മങ്ങൾ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ഭാവന ചെയ്തുകൊണ്ട് അഭ്യസിപ്പിച്ചുകൊണ്ട് അതിനെ പരിപൂർണമാക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു, മനസ്സിനെ അങ്ങോട്ട് ചെലുത്തുന്നു. സ്തപതി നമ്മുടെ കുശലശീലങ്ങളെ നിരോധിക്കാനുള്ള മാർഗം ഇത് തന്നെയാണ്. കഥമേച തപതി അകുശല സങ്കല്പ. സ്തപതി അകുശലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അകുശലങ്ങളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്? കാമസങ്കല്പോ, വ്യാപാദസങ്കല്പോ, വിഹിംസാസങ്കല്പോ. അതായത് കാമസങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആ ചിന്തകൾ, വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷത്തിൻ്റെ ചിന്തകൾ, അല്ലെങ്കിൽ വിഹിംസാസങ്കല്പോ ഹിംസിക്കാനുള്ള ആ തരത്തിലുള്ള സങ്കല്പങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണെന്ന് കരുതുക. ആ സമയത്ത് ഏതെങ്കിലും ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉദിച്ചു. അപ്പോൾ അതിനെയാണ് കാമസങ്കല്പം എന്ന് പറയുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ദ്വേഷമുളവാക്കുന്ന ഏതെങ്കിലും ചിന്തകൾ ഉണ്ടാകും. അതിനെയാണ് വ്യാപാദ സങ്കല്പം എന്ന് പറയുക. വിഹിംസാസങ്കല്പം എന്ന് പറയുന്ന സമയത്ത് ഹിംസാപരമായിട്ടുള്ള സങ്കല്പങ്ങൾ, അതായത് ഏതെങ്കിലും വ്യക്തിയെ കൊല്ലാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ പ്രാണികളെ കൊല്ലാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം ശരിയല്ല, എന്നെ തന്നെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ എന്നെ തന്നെ കൊല്ലണം എന്നുള്ള ആ സങ്കല്പങ്ങൾ, അതെല്ലാം വിഹിംസാ സങ്കല്പങ്ങളാണ്. ഈ വിഹിംസാ സങ്കല്പം, അതായത് ഹിംസാപരമായിട്ടുള്ള ഇത്തരം ചിന്തകൾ ഉള്ളതുകൊണ്ടാണ് ചില വ്യക്തികൾ മറ്റുള്ളവരെ കൊല്ലുന്നതും അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്നതും ഇതേ തരത്തിലുള്ള സങ്കല്പങ്ങൾ കൊണ്ടാണ്. ഇമി വുച്ഛതി തപതി അകുശല സങ്കല്പ. സ്തപതി ഇക്കാര്യങ്ങളെയാണ് അകുശലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. സ്തപതി ഈ അകുശലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സംജ്ഞാസമുത്ഥാന തിസ്സ വചനീയം. അവ സംഖ്യയിൽ നിന്നാണ് ഉൽപ്പന്നമായിരിക്കുന്നത്. സംഖ്യ എന്ന് പറയുന്ന സമയത്ത് മനസ്സിൻ്റെ ഒരു ഭാഗം അവിടെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ രീതിയിലുള്ള സങ്കല്പങ്ങൾ, അതിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. ഈ സംഖ്യ എന്നുള്ളത് എന്താണ്? സംജ്ഞ എന്ന് പറയുന്നത് അനേക തരത്തിൽ ഉണ്ട്, അനേക വിധമുണ്ട്, നാനാപ്രകാരത്തിലുണ്ട്. ഇവിടെ പറയുന്നത് കാമസഞ്ജ, വ്യാപാദസഞ്ജ, വിഹിംസാസഞ്ജ. അതായത് കാമത്തെക്കുറിച്ചുള്ള സംഖ്യ, വ്യാപാദത്തെക്കുറിച്ചുള്ള സംഖ്യ, ഹിംസാപരമായിട്ടുള്ള ചിന്തകളെക്കുറിച്ചുള്ള സംഖ്യ. ഇതോ സമുത്ഥാന അകുശലാസങ്കല്പ. ഇവിടെ നിന്നാണ് ആ അകുശലങ്ങളായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ഇമേച്ച തപതി അകുശലാസങ്കല്പ കുഹിം അപരിശേഷ നിരുജ്ജന്തി. തപതി ഈ അകുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ എവിടെയാണ് പരിപൂർണമായിട്ടും അവശേഷമില്ലാതെ നശിച്ചു പോകുന്നത്? അതിൻ്റെ നിരോധത്തെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്.
അതായത് നമ്മുടെ മനസ്സിൽ അകുശലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകുകയാണ്. കാമവിചാരം, അതേപോലെ തന്നെ ദ്വേഷം, ഇത് എവിടെയാണ് പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നത് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതുതന്നെയാണ് ധ്യാനം, ഒന്നാമത്തെ ധ്യാനം. പല സാധകർക്കും 20-30 വർഷങ്ങളായിട്ട് അവർ ധ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അകുശല സങ്കല്പങ്ങൾ അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരികയാണ്. കാമചിന്തകൾ വരുന്നു, ദ്വേഷചിന്തകൾ വരുന്നു. ഇതിനെ എങ്ങനെ ഒഴിവാക്കണം എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവിടെയാണ് ബന്ദേവ് വിമലാരംസിയുടെ 6R, ബന്ദേവ് വിമലാരംസി പഠിപ്പിച്ചിട്ടുള്ള ധ്യാനങ്ങൾ എന്നിവ ഉപയുക്തമാകുന്നത്. ആ ധ്യാനം ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അകുശല ചിന്തകൾ പരിപൂർണമായിട്ടും മാറുന്നത് കാണാം. അപ്പോൾ നമ്മൾക്കറിയാം ഇതാണ് ശരിയായിട്ടുള്ള വഴി എന്ന്. മറ്റുള്ളതെല്ലാം തെറ്റായിട്ടുള്ള വഴികളാണ്. അതായത് നിങ്ങൾ 10 വർഷം 20 വർഷം അഭ്യസിച്ചിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള കാമചിന്തകൾ മാറുന്നില്ല, ദ്വേഷചിന്തകൾ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ പരിശീലിക്കുന്ന വഴി തെറ്റാണ്. നിങ്ങളുടെ തെറ്റല്ല, അത് ആ വഴിയുടെ തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പകരം നിങ്ങൾ അഭ്യസിക്കേണ്ടത് ധ്യാനങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ധ്യാനം എങ്ങനെ നിങ്ങൾ അഭ്യസിക്കും? തീർച്ചയായിട്ടും അതിന് ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോയി അവിടെ പോയിട്ട് ആ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ സ്ഥപതി, ആ അകുശല സങ്കല്പങ്ങളെ നമ്മൾക്ക് എങ്ങനെ നിരോധമാക്കാം? ഇതഥപതി ഭിക്കു വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധർമ്മേഹി. അതായത് കാമങ്ങളില്ലാതെ, അകുശല ധർമ്മങ്ങളില്ലാതെ ഒരു ഭിക്ഷു ആദ്യത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, ഭീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. യഥ്യതേ അകുശല സങ്കപ്പ അപരിശേഷ നിരുജ്ജന്തി. അവിടെ ആ അകുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള അകുശല സങ്കല്പങ്ങൾ അവിടെ ഉണ്ടാകുക തന്നെയില്ല. അതായത് കാമത്തിൻ്റെ വിചാരം, ദ്വേഷത്തിൻ്റെ വിചാരം, ഇവയൊന്നും ധ്യാനത്തിലുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യ എന്ന് പറയുന്നത് ധ്യാനമാണ്. കാരണം ഈ സങ്കല്പങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിയിരിക്കില്ല. അത് അകുശല ധർമ്മമാണ്, കാമധർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് വിവിച്ച കാമം, അതായത് കാമങ്ങളില്ല, വിവിച്ച അകുശലേഹി ധമ്മ, അകുശല ധർമ്മങ്ങൾ അവിടെ ഒട്ടും തന്നെ ഇല്ല. അപ്പോഴാണ് നിങ്ങൾ ധ്യാനത്തിലായിരിക്കുന്നത്. കഥം പഠിപന്നോ ച തപതി അകുശലാനം സങ്കപ്പാനം നിരോധായ പഠിപന്നോ ഹോതി. സ്ഥപതി, അകുശലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളെ നിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള വഴി എന്താണ്? വീണ്ടും ഇവിടെ 4 സമ്മാവായാമോ അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു ഭിക്ഷു തൻ്റെ മനസ്സിൽ അനുൽപ്പന്നമായിട്ടുള്ള പാപക അകുശല ധർമ്മങ്ങളെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു. മനസ്സിലുണ്ടായിട്ടുള്ള അകുശല ധർമ്മങ്ങളെ, പാപകധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു. മനസ്സിൽ കുശലധർമ്മങ്ങൾ ഇല്ലെങ്കിൽ ആ കുശലധർമ്മങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹം ജനിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, പരിശ്രമിക്കുന്നു. മനസ്സിൽ കുശലധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനായിട്ട്, പരിപൂർണമാക്കാനായിട്ട് ആഗ്രഹം ജനിപ്പിക്കുന്നു. ഈ സമ്മാവായാമോ ഇതിന് നമ്മുടെ ധ്യാനത്തിൽ എങ്ങനെ കൊണ്ടുവരാം? അതിനുള്ള വഴിയാണ് 6R എന്ന് പറയുന്നത്. ബന്ദേവ് വിമലാരംസി പഠിപ്പിച്ചിട്ടുള്ള 6R. അതിൽ നമ്മൾ ഈ 4 വ്യായാമവും ഒരേപോലെ ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും ദ്വേഷചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ ആദ്യത്തെ 2 ഇനി അതിനു പകരം അവിടെ ഒരു പുഞ്ചിരി, മൈത്രി ചിത്തത്തെ നമ്മൾ അവിടെ വീണ്ടും പ്രതിഷ്ഠിച്ചു. അപ്പോൾ 3-4 വ്യായാമങ്ങളായി. ഈ 6R തന്നെ നമ്മളെ അർഹന്തൻ്റെ അവസ്ഥയിൽ വരെ കൊണ്ടുപോകുന്നതാണ്. സ്ഥപതി, ഏതെങ്കിലും ഭിക്ഷു ഈ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ അകുശല സങ്കല്പങ്ങളെ പരിപൂർണമായിട്ടും നിരോധമാക്കാനാണ് അഭ്യസിക്കുന്നത്. സ്ഥപതി, കുശല സങ്കല്പങ്ങൾ ഏതൊക്കെയാണ്? നെഖമ്മ സങ്കപ്പോ, അഭ്യാവാദ സങ്കപ്പോ, അവിഹിംസാ സങ്കപ്പോ. നിഷ്ക്രമണ സങ്കല്പങ്ങൾ, വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷമില്ലാത്ത സങ്കല്പങ്ങൾ, ഹിംസയില്ലാത്ത സങ്കല്പങ്ങൾ. ഇവിടെ നിഷ്ക്രമണ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ദ്വേഷത്തിൻ്റെ സങ്കല്പം ഉണ്ട് എന്ന് കരുതുക, അങ്ങനത്തുള്ള ചിന്തകൾ ഉണ്ട് എന്ന് കരുതുക. ഉടൻ തന്നെ നമ്മൾ അതിന് വിപരീതമായിട്ടുള്ള സങ്കല്പങ്ങൾ, അതിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അവിടെ മൈത്രിയുടെ സങ്കല്പങ്ങൾ നിർത്തും. ഇതിനെയാണ് നിഖമ്മ സങ്കല്പം എന്ന് പറയുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ കാമവിചാരത്തിൻ്റെ ചിന്തകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അശുഭചിന്തകളെ അവിടെ കൊണ്ടുവരും. അപ്പോൾ അതിൽ നിന്ന് നിഷ്ക്രമണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിഖമ്മ സങ്കല്പം എന്ന് പറയുന്നത്. അഭ്യാപാദം എന്ന് പറയുമ്പോൾ ദ്വേഷമില്ലാത്ത സങ്കല്പം, അവിഹിംസ എന്ന് പറയുമ്പോൾ ഹിംസ ഇല്ലാത്ത സങ്കല്പങ്ങൾ.
ഇമേ വിച്ഛതി ടപതി കുശല സങ്കല്പ. ഇതിനെയാണ് സ്ഥപതി കുശല സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. ഈ കുശല സങ്കല്പങ്ങൾ എവിടെ നിന്നാണ് ഉൽപ്പന്നമാകുന്നത്? അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സന്യാസമുത്ഥാന തിസ വചനീയം. അത് സംഖ്യയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയണം. ആ സന്യ എന്താണ്? ആ സന്യ അനേക പ്രകാരത്തിലുണ്ട്, അനേക വിധത്തിലുണ്ട്, നാനാപ്രകാരത്തിലുണ്ട്, പലതരത്തിലുണ്ട്. നഖമസന്യ, അഭ്യാപാദസന്യ, അവിഹിംസാസന്യ. നിഷ്ക്രമണം, അതിനുള്ള ആ സംഖ്യ. വ്യാപാദമില്ലായ്മ, ദ്വേഷമില്ലായ്മ, അത്തരത്തിലുള്ള സംജ്ഞ. അവിഹിംസ, ഹിംസയില്ലാത്ത സംജ്ഞ. ഇതോ സമുത്ഥാന കുശല സങ്കല്പ. ഇവിടെ നിന്നാണ് കുശല സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. എവിടെയാണ് ഈ കുശല സങ്കല്പങ്ങൾ പരിപൂർണമായിട്ട് നിരോധമാകുന്നത്? അതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഒരു ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്ക വിചാരങ്ങൾ സമാപ്തമാകുന്നു. പീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. അവിടെ ഈ കുശലമായിട്ടുള്ള സങ്കല്പങ്ങൾ പരിപൂർണമായിട്ടും നിരോധമാകുന്നു. സ്ഥപതി, ഏത് മാർഗമാണ് ഈ കുശല സങ്കല്പങ്ങളെ നിരോധിക്കാനുള്ള വഴി എന്ന് പറയുന്നത്? വീണ്ടും 4 വ്യായാമങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു ഭിക്ഷു തൻ്റെ മനസ്സിൽ അനുൽപ്പന്നമായിട്ടുള്ള പാപക അകുശല ധർമ്മങ്ങളെ ഉൽപ്പന്നമാക്കാതിരിക്കാൻ വേണ്ടി ആഗ്രഹം ജനിപ്പിക്കുന്നു, പ്രയത്നിക്കുന്നു, പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി ചിത്തത്തെ വയ്ക്കുന്നു. മനസ്സിൽ ഉൽപ്പന്നമായിട്ടുള്ള അകുശലമായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ ഉപേക്ഷിക്കാനായിക്കൊണ്ട് യത്നിക്കുന്നു. കുശല ധർമ്മം മനസ്സിൽ ഇല്ലെങ്കിൽ അതിനെ ഉൽപ്പന്നമാക്കാൻ വേണ്ടി യത്നിക്കുന്നു, ആഗ്രഹിക്കുന്നു. കുശലധർമ്മം മനസ്സിൽ ഉണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനും കൂട്ടാനും അതിനെ നഷ്ടപ്പെടുത്താതിരിക്കാനും വേണ്ടി പ്രയത്നിക്കുന്നു. സ്ഥപതി, ആരെങ്കിലും ഈ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ കുശല സങ്കല്പങ്ങൾക്ക് നിരോധമാകാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. സ്ഥപതി, ഏതെങ്കിലും വ്യക്തിക്ക് ഇത്തരം 10 ഗുണങ്ങൾ ഉണ്ട് എങ്കിൽ ആ വ്യക്തിയെയാണ് ഞാൻ കീഴടക്കാൻ പറ്റാത്ത ഒരു സന്യാസി എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് എല്ലാ കുശലധർമ്മങ്ങളും ഉണ്ട്. കുശലധർമ്മങ്ങളിൽ ശ്രേഷ്ഠത നേടിയ വ്യക്തിയാണ്. ഏറ്റവും ഉയർന്ന അവസ്ഥ ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് തപതി ബിക്കു അസൈഖായ സമ്മാദിഠ്യ സമന്യാഗതോ ഹോതി അസഖ്യേന സമ്മാസങ്കൽപ്പേന സമന്യാഗതോ ഹോതി അസഖ്യായ സമ്മാവാചായ സമന്യാഗതോ ഹോതി അസഖ്യാന സമ്മാ കമ്മന്തേന സമന്യാഗതോ ഹോതി അസഖ്യാന സമ്മാ ആജീവേന സമന്യാഗതോ ഹോതി അസഖ്യേന സമ്മാ വായാമേന സമന്യാഗതോ ഹോതി അസഖ്യായ സമ്മാ സതീയ സമന്യാഗതോ ഹോതി അസഖ്യേന സമ്മാ സമാധിന സമന്യാഗതോ ഹോതി അസഖ്യേന സമ്മാ ജ്ഞാനേന സമന്യാഗതോ ഹോതി അസഖ്യായ സമ്മാ വിമുക്തിയ സമന്യാഗതോ ഹോതി. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞു അസൈഖേന. അസൈഖേന എന്ന് പറയുമ്പോൾ അർഹന്തൻ്റെ അവസ്ഥയ്ക്കാണ് അസേഖ എന്ന് പറയുന്നത്. അതായത് പഠിപ്പ് പൂർത്തിയായി. സേഖ എന്ന് പറയുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി, ഈ 3 പേരെയും സേഖ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഷ്ടാംഗ മാർഗത്തിൽ പരിപൂർണനായി, അതേപോലെ തന്നെ സമ്മാ ജ്ഞാന, ശരിയായിട്ടുള്ള ജ്ഞാനത്തിലും ശരിയായിട്ടുള്ള വിമുക്തിയിലും പരിപൂർണനായി. സ്ഥപതി, ഒരു വ്യക്തി ഈ 10 ധർമ്മങ്ങളിൽ പരിപൂർണനായിരിക്കുന്ന സമയത്ത് അവൻ ഏറ്റവും വിജയിയായിട്ടുള്ള ഒരു ശ്രമണൻ ആണ് എന്ന് ഞാൻ പറയുന്നു. ആ ശ്രമണന് എല്ലാ കുശലധർമ്മങ്ങളും സമ്പന്നമാണ്. അതിൽ പരിപൂർത്തി ഉള്ള ഒരു ശ്രമണനാണ് എന്ന് ഞാൻ പറയുന്നു. അതായത് ഈ 10 ധർമ്മങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തി ശരിയായിട്ടുള്ള ശ്രമണൻ ആകുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏറ്റവും ഉയർന്ന ഉപലബ്ധി ആ ശ്രമണന് മാത്രമേ ലഭിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതമവോജ ഭഗവ, ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആ പഞ്ചഗംഗ എന്ന പറയുന്ന ആ സ്ഥപതി ഭഗവാന്റെ വാക്കുകളിൽ തൃപ്തനായി സന്തോഷിച്ചു, അതിനെ അഭിനന്ദിച്ചു. സമണമുണ്ടിക സൂത്തം നിഷ്ഠിതം. ഈ സൂത്രം ധ്യാനം ചെയ്യുന്നവർക്ക് വളരെ ഉപയുക്തമാണ്. അതേപോലെ തന്നെ നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒരു ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നില്ല, അതുകൊണ്ട് മാത്രം നമ്മൾക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം ഫോർവേഡ് ചെയ്യുക. അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ പാപങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പുണ്യകരമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം എന്ന് സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ.
ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.